പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒരു കറണ്ട് അഫയറിന്റെ ക്ലാസ് ആണ്. സെപ്റ്റംബറിലെ പ്രധാന സംഭവങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അമേരിക്കയിൽ നടക്കുന്ന ലോകകപ്പിലേക്ക് ഇന്ത്യ അയക്കുന്ന ആദ്യ ഔദ്യോഗിക ടീം എന്ന് പറയുന്നത് ഏതാണ്? പിക്കിൾ ബോൾ ടീമാണ്. ഏതാണ്? പിക്കിൾ ബോൾ ടീം. അതായത് ഒക്ടോബർ 27 മുതൽ അമേരിക്കയില് ഒക്ടോബർ 27 മുതൽ നവംബർ 2 വരെ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പില് ഇന്ത്യ ഒരു ഔദ്യോഗിക ടീമിനെ അയക്കുന്നുണ്ട്. ഓക്കെ, പിക്കിൾ ബോൾ ടീം. അതില് ഓപ്പൺ വിഭാഗത്തിലും അണ്ടർ 16 വിഭാഗത്തിലും 50+ വിഭാഗങ്ങളുമായിട്ടാണ് എന്ത് നടത്തിയത്? ട്രയല് നടത്തിയത്. മനസ്സിലാക്കേണ്ട കാര്യം, പിക്കിൾ ബോൾ ലോകകപ്പ് നടക്കുന്നത് അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് ഒക്ടോബർ 27 മുതൽ നവംബർ 2 വരെ. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ചോദ്യം, 2025 മാക്സസെ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ NGO എന്താണ്? 2025 മാക്സസെ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ NGO എന്ന് പറയുന്നത് ഏതാണ്? എഡ്യൂക്കേറ്റ് ഗേൾസ് എന്ന് പറയുന്ന NGO ആണ്. എഡ്യൂക്കേറ്റ് ഗേൾസ്. അതിന്റെ സവിശേഷത, പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഗ്രാമപ്രദേശങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് അവാർഡ് ലഭിച്ചത്. ഗ്രാമപ്രദേശങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് എഡ്യൂക്കേറ്റ് ഗേൾസിന് അവാർഡ് ലഭിച്ചത്. 2007 എഡ്യൂക്കേറ്റ് ഗേൾസ് എന്ന് പറയുന്ന സംഘടന സ്ഥാപിക്കുന്നത്. 2007 സഫീന ഹുസൈൻ സ്ഥാപിച്ച എഡ്യൂക്കേറ്റ് ഗേൾസിന് 2025 അവാർഡ് ലഭിച്ചു. ഫിലിപ്പീൻസ് ആണ് മാക്സസെ അവാർഡ് എല്ലാ വർഷവും നൽകുന്നത്. ഫിലിപ്പീൻസ് ആണ് മാക്സസെ അവാർഡ് എല്ലാ വർഷവും നൽകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നവംബർ 7 അവാർഡ് നൽകുന്നത്. നവംബർ 7 മനിലയിൽ നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ ചോദ്യം, 25ാമത് കോമൺവെൽത്ത് ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ 13 മെഡലുകൾ നേടി ഒന്നാമതെത്തിയ രാജ്യം. 25ാമത് കോമൺവെൽത്ത് ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ 13 മെഡലുകൾ നേടി ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഏതാണ്? ഇന്ത്യയാണ്. അഹമ്മദാബാദിലാണ് എന്ത് നടന്നത്? ചാമ്പ്യൻഷിപ്പ് നടന്നത്. അഹമ്മദാബാദിൽ ഇന്ത്യ 13 മെഡലുകൾ നേടി. അതിനകത്ത് 4 സ്വർണം ഉണ്ടായിരുന്നു, 6 വെള്ളി ഉണ്ടായിരുന്നു, 3 വെങ്കലം ഉണ്ടായിരുന്നു. അങ്ങനെ 13 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. സ്വർണ്ണ മെഡൽ ജേതാക്കൾ ആരൊക്കെയാണ്? 1 മീരാഭായ് ചാനു ഉണ്ടായിരുന്നു. 2 ഋഷികാന്ത. 3 അജിത്ത്, പിന്നെ അജയ ബാബു എന്നിവരാണ് എന്ത് ചെയ്തത്? സ്വർണ്ണ മെഡൽ നേടിയത്. ഇവര് എന്താണ് 2026 കോമൺവെൽത്ത് ഗെയിംസിന് എന്ത് സ്ഥാനങ്ങൾ അല്ലെങ്കിൽ യോഗ്യത നേടുകയും ചെയ്തു. ഓക്കെ, പിന്നെ പറയുന്ന കാര്യം, രാജ, ദിൽബാഗ്, സ്നേഹ, ബിന്ധ്യാറാണി, നിരുപമ, മെഹക്ക് ഇവര് ആണ് വെള്ളി നേടിയത്. ഓക്കെ, പിന്നെ ലവ്പ്രീത്, ഹർജീന്ദർ, വൻഷിത എന്നിവർ ഏത് മെഡൽ നേടി? വെങ്കല മെഡലുമാണ് നേടിയത്. അങ്ങനെ ആകെ ഇന്ത്യ 13 മെഡലുകൾ നേടി. 4 സ്വർണവും 6 വെള്ളിയും 3 വെങ്കലവുമാണ് നേടിയത്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, കോമൺവെൽത്ത് ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പ് എത്രാമത്തെയാണ് നടന്നത്? 25ാമത്തെയാണ് നടന്നത്. ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 13 എണ്ണമാണ്. അതിൽ 4 സ്വർണം ഉൾപ്പെടുന്നു, 6 വെള്ളിയാണ് ഉൾപ്പെടുന്നത്, 3 വെങ്കലം ഉൾപ്പെടുന്നു. ഓക്കെ അല്ലേ? നാലാമത്തെ ചോദ്യം, കാഠ്മണ്ഡു നേപ്പാളില അല്ലെ? കാഠ്മണ്ഡു താഴ്വരയിലെ തുണ്ടിഖേലിൽ നടക്കുന്ന പ്രശസ്തമായ മേള ഏതാണ്? മഹാഗൗര പർവ്വമേള എന്നുള്ളത് കാഠ്മണ്ഡുവിലാണ് നടക്കുന്നത്. ഗൗരമേള, നൃത്തം, ആചാരങ്ങൾ എന്നിവയോടെ നേപ്പാളിലെ മഹാഗൗര പർവ് ആഘോഷിച്ചു 2025. ഇന്ത്യയിലെ കർണാലിയുടെയും കുമാവോണിന്റെയും ചില ഭാഗങ്ങളായ സുദിർ പഞ്ചമിൽ ആഘോഷിക്കുന്ന ഉത്സവമാണ് ഇത്. ശിവനും ഗൗരിക്കുമാണ് ഈ ഒരു ഉത്സവം സമർപ്പിച്ചിരിക്കുന്നത്. പ്രാദേശിക ഭാഷകളിൽ ഗോര എന്നും അറിയപ്പെടുന്നു. മഹാഗൗര പർവ്വമേള നേപ്പാളിലെ പ്രാദേശിക ആചാരങ്ങളും പാരമ്പര്യവും പ്രതിഫലിപ്പിക്കുന്നു. നേപ്പാളിലെ പ്രാദേശിക ആചാരവും പാരമ്പര്യവും എല്ലാം മഹാഗൗര പർവ്വമേളയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും. അഞ്ചാമത്തെ ചോദ്യം, 2025 ഓഗസ്റ്റ് 31 കേരളത്തിൽ ആനക്കാംപൊയിൽ കല്ലടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? എന്താണ്? 2025 ഓഗസ്റ്റ് 31 കേരളത്തിൽ ആനക്കാംപൊയിൽ കല്ലടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നിർമ്മാണ ഉദ്ഘാടനം ചെയ്തത് കേരള മുഖ്യമന്ത്രിയായ
ശ്രീ പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് 2025 ഓഗസ്റ്റ് 31. പുതുതായി നിർമ്മിച്ച ഈ പാത തിരുവമ്പാടി പഞ്ചായത്തും മേപ്പാടി പഞ്ചായത്തും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. തിരുവമ്പാടി പഞ്ചായത്തിനെയും മേപ്പാടി പഞ്ചായത്തിനെയും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പാത ബന്ധിപ്പിക്കുന്നത്. മറിപ്പുഴയെയും മീനാക്ഷി പാലത്തെയും ബന്ധിപ്പിക്കുന്ന ഈ തുരങ്കത്തിന്റെ ദൂരം എത്രയാണ്? 8.11 കിലോമീറ്റർ ആണ്. 8.11 കിലോമീറ്റർ ആണ്. പിന്നെ അതിന്റെ തുക എന്താണ്? നിർമ്മാണ ചെലവിന് എത്ര രൂപയായി? 2134 കോടി. 2134.5 കോടി രൂപയാണ് ഈ തുരങ്കത്തിന്റെ നിർമ്മാണത്തിന് ചിലവായത്. ഓക്കെ അല്ലേ? ആറാമത്തെ ചോദ്യം, ഗോത്രഭാഷകൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ബുദ്ധി പവേർഡ് ട്രാൻസ്ലേറ്റർ ആരാണ് ഉടൻ പുറത്തിറക്കുക എന്ന് ചോദിച്ചിരിക്കുന്നു. ഉത്തരം കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയമാണ് ഗോത്രഭാഷകൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ബുദ്ധി പവേർഡ് ട്രാൻസ്ലേറ്റർ പുറത്തിറക്കാൻ വേണ്ടി പോകുന്നത്. ഗോത്രകാര്യ മന്ത്രാലയം. ആദിവാണി എന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ബുദ്ധി പവേർഡ് ട്രാൻസ്ലേറ്ററിന്റെ പേര്. കൃത്രിമ ബുദ്ധി പവേർഡ് ട്രാൻസ്ലേറ്ററിന്റെ പേരെന്താണ്? ആദിവാണി എന്നാണ്. എന്താ പേര്? ആദിവാണി എന്നാണ് പേര്. തുടക്കത്തിൽ ആദിവാണി, കൃത്രിമ ബുദ്ധി പവേർഡ് ട്രാൻസ്ലേറ്റർ സന്താലി, ഒഡീഷയിലെ സന്താലി ഭാഷ, പിന്നെ മധ്യപ്രദേശിലെ ഭിലി എന്ന് പറയുന്ന ഭാഷ, ജാർഖണ്ഡിലെ മുന്താരി എന്ന് പറയുന്ന ഭാഷ, ഛത്തീസ്ഗഡിലെ ഗോണ്ടി എന്ന് പറയുന്ന ഭാഷകളാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. എന്താ പറയുന്നത്? ട്രാൻസ്ലേറ്റർ ആണെന്ന് പറയുന്നു. അപ്പൊ തുടക്കത്തില് ഈ ആദിവാണി എന്ന് പറയുന്ന ഈ ഒരു ട്രാൻസ്ലേറ്റർ ഏതൊക്കെ ഭാഷകളാ? സന്താലി, ഭിലി, മുന്താരി, ഗോണ്ടി എന്നീ ഭാഷകളാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലെ? ഇത് ഗോത്രവർഗങ്ങൾക്ക് വിദ്യാഭ്യാസം, ആരോഗ്യ സേവനങ്ങൾ, ഭരണ സേവനങ്ങൾ എന്നിവയിൽ പ്രയോജനം ലഭിക്കും. ഏതാണ് ആ ഒരു ട്രാൻസ്ലേറ്ററിന്റെ പേര്? ആദിവാണി എന്നാണ് ആ ട്രാൻസ്ലേറ്ററിന്റെ പേര്. മനസ്സിലാക്കുക. ഏഴാമത്തെ ചോദ്യം, 2025 ഓഗസ്റ്റ് 30 പപ്പുവ ന്യൂ ഗിനിയുടെ 50ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഏതാണ്? ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 2025 ഓഗസ്റ്റ് 30 പപ്പുവ ന്യൂ ഗിനിയുടെ 50ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഏതാണ്? ASW കോർവെറ്റ് INS കാഡ്മാറ്റ് എന്ന് പറയുന്ന കപ്പലാണ്. ഏതാണ്? ASW കോർവെറ്റ് INS കാഡ്മാറ്റ് എന്ന് പറയുന്ന കപ്പലാണ് പപ്പുവ ന്യൂ ഗിനിയുടെ 50ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ. ഓക്കെ. പോർട്ട് മോർസ്ബി തുറമുഖത്താണ് 50ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ INS കാഡ്മാറ്റ് എത്തിയത്. എവിടെയാണ്? പോർട്ട് മോർസ്ബി. ഇന്ത്യ പപ്പുവ ന്യൂഗിനിയ സൗഹൃദ ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇത് പ്രാദേശിക സമുദ്ര സുരക്ഷാ സഹകരണത്തിന്റെയും നയതന്ത്ര ബന്ധങ്ങളുടെയും ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? എട്ടാമത്തെ ചോദ്യം, 2025-26 സാമ്പത്തിക വർഷത്തിലെ ഒന്നാം പാദത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച എത്ര ശതമാനമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്? എത്ര ശതമാനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 7.8%. എത്രയാണ്? 7.8% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. GDP വളർച്ച 7.8%. 2026 സാമ്പത്തിക വർഷത്തിൽ GDP വളർച്ച ഒന്നാം പാദത്തിൽ 7.8%, നാലാം പാദത്തിൽ 7.4%, രണ്ടാം പാദത്തിൽ 6.5%, രേഖപ്പെടുത്തി. എന്താ പറയുന്നത്? ഒന്നാം പാദത്തിൽ 7.8, നാലാം പാദത്തിൽ 7.4, രണ്ടാം പാദത്തിൽ 6.5 ആണ് രേഖപ്പെടുത്തിയത്. ഇത് കഴിഞ്ഞ 5 പാദങ്ങളിലെ ഏറ്റവും വേഗതയേറിയ വളർച്ചയാണ് എന്ന് പറയുന്നു. വളർച്ചയ്ക്ക് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാ? സേവന മേഖല, നിർമ്മാണ മേഖല, ആഭ്യന്തര ഉപഭോഗം. എന്തൊക്കെയാ കാരണം? സേവന മേഖലയുണ്ട്, നിർമ്മാണ മേഖലയുണ്ട്, ആഭ്യന്തര ഉപഭോഗം എന്നിവയാണ് GDP വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണങ്ങൾ. സാമ്പത്തിക സ്ഥിരതയും നിക്ഷേപ വർധനയും വളർച്ചയെ പ്രധാനമായിട്ടും പിന്തുണച്ചു എന്ന് പറയുന്നു. 9ാമത്തെ ചോദ്യം, അരുണാചൽ പ്രദേശിൽ സൈന്യവും ITBPയും ചേർന്ന് പൂർത്തിയാക്കിയ അഭ്യാസം എന്താണ്? അരുണാചൽ പ്രദേശിൽ സൈന്യവും ITBPയും ചേർന്ന് പൂർത്തിയാക്കിയ അഭ്യാസം ഏതാണ്? അച്ചൂക്ക് പ്രഹാർ എന്നാണ് അഭ്യാസത്തിന്റെ പേര്. എന്താണ്? അച്ചൂക്ക് പ്രഹാർ. ഇന്ത്യൻ സൈന്യവും ITBPയും അരുണാചലിൽ ഉയരത്തിലുള്ള അഭ്യാസം അച്ചൂക്ക് പ്രഹാർ പൂർത്തിയാക്കി സംയുക്ത പരസ്പര പ്രവർത്തനക്ഷമത പരീക്ഷിച്ചുകൊണ്ട് സിമുലേറ്റഡ് കോമ്പാറ്റ് നടത്തി. കിഴക്കൻ മേഖലയിൽ വീണ്ടും ഉറപ്പിച്ച പോരാട്ട സന്നദ്ധത, പാളികളുള്ള പ്രതിരോധം,
ദ്രുത പ്രതികരണമാണ് ഉണ്ടായിരുന്നത്. ഇതേ മേഖലയിലെ മുൻ സംയോജിത അഭ്യാസങ്ങളായ പ്രചന്ദ് പ്രഹാർ, പൂർവി പ്രഹാർ എന്നിവ പിന്തുടരുന്നു. 10ാമത്തെ ചോദ്യം, 2025 ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ എത്ര സ്വർണ്ണ മെഡലുകളുമായി 1ാം സ്ഥാനത്തെത്തി? എത്ര സ്വർണ്ണ മെഡലുകളാണ് നേടിയത്? 50 സ്വർണ്ണ മെഡലുകളാണ് 2025 ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കരസ്ഥമാക്കിയത്. 50 സ്വർണ്ണ മെഡലുകൾ. ഓക്കെ അല്ലേ? ഖസാക്കിസ്ഥാനിലെ ഷിംകെൻഡില് ഇന്ത്യ 99 മെഡലുകൾ എന്ന് പറയുമ്പോൾ എത്ര? 50 സ്വർണം ഉണ്ടായിരുന്നു, 26 വെള്ളി നേടി, 23 വെങ്കലത്തോടെയാണ് ഇന്ത്യ 1ാം സ്ഥാനം നേടിയത്. എത്ര സ്വർണ്ണ മെഡലുകളാണ് നേടിയത് എന്ന് ചോദിച്ചാൽ എത്ര സ്വർണ്ണ മെഡലുകളാണ് നേടിയത്? 50 സ്വർണ്ണ മെഡലുകളാണ് നേടിയത്. ഓക്കെ അല്ലേ? മെഡൽ പട്ടികയിൽ ആദ്യമായി ഇന്ത്യ 1ാമതെത്തി. ഖസാക്കിസ്ഥാൻ 2ാം സ്ഥാനത്തും ചൈന എത്രാം സ്ഥാനത്തുമായിരുന്നു? 3ാം സ്ഥാനത്തുമായിരുന്നു. ഖസാക്കിസ്ഥാൻ ആയിരുന്നു ഹോസ്റ്റ്. അപ്പൊ ഖസാക്കിസ്ഥാൻ എത്രാം സ്ഥാനത്ത്? 2ാം സ്ഥാനത്ത് എത്തി. ചൈന 3ാം സ്ഥാനത്ത് എത്തി. മെഡൽ പട്ടികയിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ 1ാമത് എത്തിയത്. പുരുഷന്മാരുടെ ഡബിൾ ട്രാപ്പില് അങ്കുർ മിത്തൽ ലോക റെക്കോർഡ് സ്ഥാപിച്ച് സ്വർണം നേടി. പുരുഷന്മാരുടെ ഡബിൾ ട്രാപ്പില്. ഓക്കെ. സീനിയർ ഇനങ്ങളിൽ എലവേനിൽ നീരുദണ്ഡ, സ്വിഫ്റ്റ് കൗർ, ഐശ്വര്യ എന്നിവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന് നമുക്ക് പറയാൻ വേണ്ടി അല്ലെങ്കിൽ കാണാൻ വേണ്ടി നമുക്ക് സാധിച്ചു. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, 2025 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് ആരാണ്? 2025 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് ആരാണ്? നീരജ് ചോപ്രയാണ്. ആരാണ്? നീരജ് ചോപ്രയാണ് ഇന്ത്യൻ സംഘത്തിനെ, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്. ഓക്കെ. നീരജ് ചോപ്ര. ഇന്ത്യയുടെ അത്ലറ്റിക് സംഘത്തെ നയിക്കുന്നത് ആരാണ്? ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ ജേതാവും ജാവലിൻ താരവുമാണ് ആര്? നീരജ് ചോപ്ര. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ? ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യത്തെ ആളാണ് അല്ലെ? അത്ലറ്റിക്സിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആളാണ് ആര്? നീരജ് ചോപ്ര. ഓക്കെ അല്ലേ? 2ാമത്തെ ചോദ്യം, 2025 സെപ്റ്റംബർ 1 മുതൽ 2025 സെപ്റ്റംബർ 14 വരെ ഇന്ത്യയും US നടത്തിയ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. ഉത്തരം യുദ്ധ അഭ്യാസ് 2025 എന്നുള്ളതാണ് പേര്. 2025 യുദ്ധ അഭ്യാസ്. ഏതൊക്കെ സൈനിക സംയുക്തമായിട്ടാണ് നടത്തിയത്? ഇന്ത്യയും യുഎസും തമ്മിൽ എന്ന് മുതൽ എന്ന് വരെയായിരുന്നു? 2025 സെപ്റ്റംബർ 1 മുതൽ 2025 സെപ്റ്റംബർ 14 വരെയുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് എന്ത്? യുദ്ധ അഭ്യാസ് 2025 എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഈ സംയുക്ത അഭ്യാസത്തിന്റെ ആതിഥേയത്വം, ഹോസ്റ്റ് ആയിട്ടുള്ളത് US ആണ്. യുദ്ധ അഭ്യാസ് ഇന്ത്യ US സംയുക്ത സൈനിക അഭ്യാസങ്ങളുടെ വാർഷിക പതിപ്പാണ് യുദ്ധ അഭ്യാസം എന്ന് പറയുന്നത്. അഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം ഭീകര വിരുദ്ധ പ്രവർത്തനങ്ങളിൽ, സമാധാന രക്ഷാ ദൗത്യങ്ങളിൽ, സംയുക്ത പ്രതിരോധ തന്ത്രങ്ങളിൽ എന്നിവയിൽ പരിശീലനം നൽകുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. ഇത് ഇന്ത്യ അമേരിക്ക പ്രതിരോധ ബന്ധങ്ങളുടെ കൂടുതൽ ശക്തിപ്പെടുത്തലുള്ള പ്രധാന അഭ്യാസമാണ്. ഓക്കെ അല്ലേ? 3ാമത്തെ ചോദ്യം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചറിൽ പുതിയ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആയി ആരാണ് ചുമതലയേറ്റത്? ശ്രീമതി TCA കല്യാണിയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചറിൽ പുതിയ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആയിട്ട് ചുമതലയേറ്റത്. ഓക്കെ അല്ലേ? ധനകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചറിലെ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് വരുന്നത്. ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ്? ധനകാര്യ മന്ത്രാലയം, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചറിലെ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആയിട്ട് വരുന്നത്. അത് ആരാണ് പുതുതായിട്ട് ചുമതലയേറ്റത്? ശ്രീമതി TCA കല്യാണിയാണ്. CGA കേന്ദ്ര സർക്കാരിന്റെ ഹിസാബ് പുസ്തകങ്ങളും പിന്നെ അക്കൗണ്ടിംഗ് മാനേജ്മെന്റ് നോക്കുന്ന ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥയാണ് ആര്? CGA എന്ന് പറഞ്ഞാൽ ആരാണ്? കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്. ആരാണ്? കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ അല്ലേ? 4ാമത്തെ ചോദ്യം, BWF ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ അല്ലെ? BWF ലോക ചാമ്പ്യൻഷിപ്പിന് 2026 പതിപ്പിന് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിക്കുന്നത്? 2026 BWF-ന് ലോക ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഏത് രാജ്യമാണ്? ഇന്ത്യയാണ് വേദിയാകുന്നത്. ഓക്കെ അല്ലേ? 2026 മുൻപ് 2009 ഹൈദരാബാദിൽ വെച്ചാണ്
എന്താണ് BWFന്റെ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചിരുന്നത് 2009. അഞ്ചാമത്തെ ചോദ്യം, വാസുകി നാഗിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു സാംസ്കാരികവും മതപരവുമായ ഉത്സവമേള പാട്ട് നടത്തുന്ന സംസ്ഥാനം ഏതാണ്? ഉത്സവമേള പാട്ട് നടത്തുന്ന സംസ്ഥാനം ഏതാണ്? ജമ്മു കാശ്മീർ. വാസുകി നാഗിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു സാംസ്കാരികവും മതപരവുമായ ഉത്സവമേള പാട്ട് നടത്തുന്ന സംസ്ഥാനം ജമ്മു കാശ്മീർ. എല്ലാ വർഷവും 3 ദിവസത്തെ ഉത്സവമായ മേളപ്പാട്ട് മുഗൾ ചക്രവർത്തി അക്ബറും ഭാദർവ രാജാവ് നാഗ്പാലും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ദേഖോ നൃത്തം എന്നറിയപ്പെടുന്ന ഡിക്കോ നൃത്തമാണ് മേളപ്പാട്ടിൽ അവതരിപ്പിക്കുന്ന നാടോടി നൃത്തം. ഓക്കെ അല്ലേ? പിന്നെ പറയുന്ന ആറാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം കിഴങ്ങ് ഏതാണ്? പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം കിഴങ്ങ് എന്താണ്? പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം കിഴങ്ങ് ഏതാണ്? ഡയോസ്കോറിയ ബാലകൃഷ്ണാനി. ഡയോസ്കോറിയ ബാലകൃഷ്ണനി എന്നാണ് പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ ഇനം കിഴങ്ങിന്റെ പേരാണ്. എന്താണ്? ഡയോസ്കോറിയ ബാലകൃഷ്ണനി. ഇത് ഡയോസ്കോറിയ ജനുസിലെ ഒരു സസ്യവർഗമാണ് എന്ന് പറയുന്നു. അപ്പൊ നമുക്കറിയാം പശ്ചിമഘട്ടം എന്ന് പറയുന്നത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് പശ്ചിമഘട്ടം. ഓക്കെ അല്ലേ? ഏഴാമത്തെ ചോദ്യം, 35 വർഷങ്ങൾക്ക് ശേഷം തുറന്ന ശാരദാ ഭവാനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബുദ്ഗാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ബുദ്ഗാം. എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് ബുദ്ഗാം. എന്താണ് ചോദ്യം? ഈ 35 വർഷങ്ങൾക്ക് ശേഷം തുറന്ന ശാരദാ ഭവാനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബുദ്ഗാമിലാണ്. ശാരദാ ഭവാനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ ബുദ്ഗാം ജില്ലയിലാണ് എന്ന് പറയുന്നു. ജമ്മു കാശ്മീരിലാണ് ബുദ്ഗാം സ്ഥിതി ചെയ്യുന്നത്. എട്ടാമത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യ മൊബൈൽ ടെമ്പേർഡ് ഗ്ലാസ് നിർമ്മാണശാല ആരംഭിച്ചത് എവിടെയാണ് ആരംഭിച്ചത്? ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് ആരംഭിച്ചത്. എന്താണ്? രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ ടെമ്പേർഡ് ഗ്ലാസ് നിർമ്മാണശാല ആരംഭിച്ചത് നോയിഡയിലാണ്. മൊബൈൽ ഫോണുകൾക്കായി ടെമ്പേർഡ് ഗ്ലാസ് സ്ക്രീൻ പ്രൊട്ടക്ടറുകൾ നിർമ്മിക്കുകയാണ് ഇവിടുത്തെ ലക്ഷ്യം. ഓക്കെ, ഈ പദ്ധതി മേക്ക് ഇൻ ഇന്ത്യയും ആത്മനിർഭർ ഭാരത് ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്നു. അടുത്ത ചോദ്യം, 2025 ഡച്ച് ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ആരാണ്? 2025 ഡച്ച് ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ആരാണ്? ഓസ്കാർ പിയാസ്ട്രി ആണ്. ആരാണ്? ഓസ്കാർ പിയാസ്ട്രി ആണ് 2025 ഡച്ച് ഗ്രാൻഡ് പ്രീ, അതായത് ഫോർമുല 1 ആണ് ഡച്ച് ഗ്രാൻഡ് പ്രീയിൽ ജേതാവായത് ഓസ്കാർ പിയാസ്ട്രി ആണ്. നെതർലൻഡിലെ സാൻഡോർട്ട് സർക്യൂട്ടിൽ വെച്ചാണ് ഡച്ച് ഗ്രാൻഡ് പ്രീ നടന്നത്. ഇത് അദ്ദേഹത്തിന്റെ ഫോർമുല 1 കരിയറിലെ ആദ്യത്തെ ജയമാണ്. ആരുടേത്? ഓസ്കാർ പിയാസ്ട്രിയുടേത്. ഓക്കെ അല്ലേ? 10ാമത്തെ ചോദ്യം, ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ രാഷ്ട്ര തലവന്മാരുടെ കൗൺസിലിന്റെ 25ാമത് യോഗം എവിടെയാണ് നടന്നത്? ചൈനയിലെ ടിയാൻജിനിലാണ് ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ രാഷ്ട്ര തലവന്മാരുടെ കൗൺസിലിന്റെ 25ാമത് യോഗം നടന്നത് ചൈനയിലെ ടിയാൻജിനാണ്. ഓക്കെ, യോഗത്തിൽ പ്രാദേശിക സുരക്ഷ, ഭീകരവിരുദ്ധ സഹകരണം, സാമ്പത്തിക വികസനം, സാംസ്കാരിക ഇടപെടൽ എന്നിവയാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ 2 ദിവസത്തെ സെപ്റ്റംബർ 1-ന്റെയും 2-ന്റെയും കറണ്ട് അഫയറുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ബൈ.